അപ്പോൾ ഇത് ബോണ്ട ഉണ്ടാക്കാനാണ് ഒരു 3 ടീസ്പൂൺ മൈദപ്പൊടിയാണ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ലേശം ഇട്ടിട്ടുണ്ട് ഇതിൽ. നമുക്കൊരു മുട്ട അടിച്ചു വയ്ക്കാം. ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളം ഉണ്ടാവും, ചെറിയ ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ കടലപ്പൊടി, 1/4 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ആക്കാം നമുക്ക് കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് 2 സവാള അരിഞ്ഞതുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ടുണ്ട്, പെരിഞ്ചീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലോണം വെള്ളട്ടെ, ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊത്തമല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇറച്ചി മസാലയൊക്കെ ഇട്ട് വേവിച്ചതാണ്, കോഴിയിറച്ചിയാണ്. അപ്പോൾ നമുക്ക് 2 ബ്രെഡ് അരിഞ്ഞതാണ്. അതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണ വെച്ചിട്ട് ആവശ്യത്തിനുള്ളത് ഉണ്ടവരട്ടിയിട്ട് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഉണ്ടവരട്ടിയിട്ട് മാവിൽ മുക്കി വയ്ക്കുക. അങ്ങനെ ഓരോന്നും ഉണ്ടത്തി മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിരിക്കും. അപ്പൊ ഞാനിത് ബോണ്ട മറിച്ചിട്ടു കേട്ടാ. അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ മറിച്ചിട്ടുള്ളൂ. നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബോണ്ട. അടിപൊളി ബോണ്ടയാണ്. കട്ടൻ ചായയുടെ കൂടിയും പാൽച്ചായയുടെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാം. ഇപ്പൊ മഴ സീസണല്ലേ, എല്ലാവരും ഉണ്ടാക്കി കഴിക്കാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണേ, നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്.